ഗൈസ്, വെൽക്കം ടു സഞ്ജുസ് വ്ലോഗ്. പാലക്കാട് സ്റ്റേഡിയത്തിനടുത്ത് DJ അമ്യൂസ്മെൻ്റ് വലിയൊരു ഫെസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഫിലിം കണ്ട ശേഷം ഗുണ കേവ് കാണണം എന്ന് പറഞ്ഞ അതിയായ മോഹം എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ സാധിച്ചു. ഗുണ കേവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. സോ അത് ഭയങ്കര ത്രിൽഡായിരുന്നു. കാരണം പണ്ടത്തെ ടെലിഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കാട്ടിലേക്ക് എങ്ങനെയാണോ പോകേണ്ടത് അതിൻ്റെ മാതൃകയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. സോ അത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എത്ര ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഒരു കാട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ പോയത് ഒരു 7 മണി 7:30 നേരത്തായതുകൊണ്ട് ആ ഒരു ഇരുട്ടും ലൈറ്റും സൗണ്ടും ഇതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ കാട്ടിൽ എന്തൊക്കെ കാണും, കുരങ്ങനെ കാണും, കിളികളെ കാണും, മാനിനെ കാണും, അങ്ങനെ എല്ലാം അവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ ഗുണ കേവിലോട്ട് കിടക്കുകയാണ്. കൺമണി അൻപോട് കാതലൻ ഞാൻ எழுதும் கடிதமே பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னல, இந்த பொன்மணி வார்த்தை உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அதான் அதை எழுத நினைக்கையில் வார்த்தை முட்டுது. அதேதான். പോകുമ്പോഴും ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. വലിയ പേടിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തുമ്പിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ചെറുത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വല്ല സീനില്ല. പിന്നെ മുക്കിലായിട്ട് കുറേ എല്ലും കൊട്ടില്ലേ, അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. പ്രേതങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാണാൻ പോകുന്നത് നമ്മുടെ സുഭാഷ് തൂങ്ങിക്കിടക്കുന്ന സീനാണ് കേട്ടോ. ഇപ്പോ അതെ കാണുന്നില്ല, ഇതാണ് സുഭാഷ് തൂങ്ങിക്കിടക്കുന്നത്. അപ്പൊ അങ്ങനെ സുഭാഷിനെ രക്ഷിക്കാൻ വരികയാണ്. മഞ്ഞുമൽ ബോയ്സ് ഫിലിമിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തുമ്പി മാത്രം ചെറുതായിട്ട് പേടിച്ചു. അപ്പോൾ DJ അമ്യൂസ്മെന്റ് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഗുണ കേവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി ഇതിന് അടുത്തൊരു ഡോർ ഉണ്ട് കേട്ടോ. അടുത്ത ഡോറ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതാണ് ആ സെക്കൻഡ് ഡോറ്. അടുത്ത എൻട്രി ആണ് കേട്ടോ. ആ എൻട്രി ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇഷ്ടപ്പെട്ടു.